ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഏറെ നേരത്തെ കളിത്തമാശയ്ക്കും ബഹളത്തിനും ഒടുവിൽ എല്ലാവരും ഉറങ്ങാൻ പോയി. അവസാനം അലീനയും ഷെറിനും മാത്രമായി. അലീന ഷെറിനെ എഴുന്നേൽപ്പിച്ച് ഷെറിന്റെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ആ പാട്ട് പാടിയപ്പോൾ റാണിയാൻ്റെ എന്തിനാ കരഞ്ഞത്? ഇത് കേട്ട് ഷെറിൻ പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞില്ല. പക്ഷേ കണ്ണീന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാ. ആ, എനിക്കറിയത്തില്ല. എന്നാ എനിക്കറിയാം. റാണിയാൻറ്റിക്ക് ഒരു മോളുണ്ടായിരുന്നല്ലേ? ഷെറിൻ്റെ നോട്ടം വല്ലാതെ പിടയാൻ തുടങ്ങി. ഇല്ലില്ല, എനിക്കങ്ങനൊരു മോളില്ല. എന്നിട്ട് ഞാനിവിടെ വന്ന ദിവസം ഒരു മോളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് വല്യപ്പച്ചനോട് വാശി പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓ, അതോ? അത് ഓർമ്മത്തെറ്റുകൊണ്ട് പറയുന്നതാ. മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ ഇല്ലാത്തതും വേണ്ടാത്തതും എല്ലാം ഉണ്ടെന്ന് തോന്നും. അലീന ഷെറിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അലീന ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എറണാകുളത്ത് തമ്മനം റെയിൽവേ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന മാമച്ചൻ അങ്കിളിനെ റാണിയാൻറ്റിക്ക് അറിയോ? ഇത് കേട്ടതും ഷെറിൻ മിഴികൾ താഴ്ത്തി നിമിഷങ്ങളോളം മിണ്ടാതിരുന്നു. റാണിയാൻറ്റിക്ക് ഒരു ഗ്രേസമാൻറ്റിയെ അറിയോ? ഇല്ലെന്ന് ഷെറിൻ തല വെട്ടിച്ചു. വീണ്ടും അലീന പറയുകയാണ്, അവർക്ക് ഒരു മകനുണ്ടായിരുന്നു, ജിജോ. റാണിയാൻറ്റി അറിയോ? ആ പേര് കേട്ടതും ഷെറിനൊന്ന് ഞെട്ടി. പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക് പോയതുപോലെ അവൾ വെറുങ്ങലിച്ചിരുന്നു. ഇത് കണ്ട് അലീന വീണ്ടും പറയുകയാണ്, ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുമായി ജിജോ മോൻ സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ രണ്ട് വീട്ടുകാരും തമ്മിൽ ആലോചിച്ചു. അതിനിടയിലാണ് ജിജോ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നത്. അലീന അത്രയും പറഞ്ഞ് ഒരു നിമിഷം നിർത്തി. തന്നെ പിടിച്ചിരിക്കുന്ന ഷെറിന്റെ കൈ മുറുകുന്നത് അവൾ അറിഞ്ഞു. ഷെറിന്റെ മുഖത്തെ ഭാവവ്യത്യാസം അലീന ശ്രദ്ധിച്ചു. അലീന വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പറയുന്ന ഷെറിൻ ആ സമയത്ത് ഗർഭിണിയായിരുന്നു. പിന്നീടുള്ള 5 വർഷത്തോളം ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഗ്രേസമാൻറ്റിക്കോ മാമച്ചനങ്ങളിനോ അറിയില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവർക്ക് ചില വിവരങ്ങൾ കിട്ടി. അവരുടെ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചെന്ന് ഷെറിൻ വീട്ടുകാരുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന്. എന്നിട്ട് ഏതോ ഒരു ഓർഫനേജിന് ആ കുഞ്ഞിനെ ദാനം നൽകിക്കൊണ്ട് ഷെറിന്റെ വീട്ടുകാർ തൽക്കാലം ആ അപമാനത്തിൽ നിന്ന് തലയൂരി. എങ്കിലും വല്ലപ്പോഴും ആ ഓർഫനേജിൽ ചെന്ന് തന്റെ കുഞ്ഞിനെ കാണാനുള്ള അനുവാദം ഷെറിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം മൂവാറ്റുപുഴക്കാരനായ ടോണിയുമായി ഷെറിന്റെ വിവാഹം നടന്നു. തുടർന്ന് അയാൾ തന്റെ ജോലിസ്ഥലമായ കുവൈറ്റിലേക്ക് ഷെറിനെയും കൊണ്ടുപോയി. 1.5 വർഷത്തോളം അവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ജീവിച്ചു. ഇടയ്ക്ക് നാട്ടിൽ വന്നു ചേർന്ന ഷെറിൻ തന്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഓർഫനേജിൽ ഓടിയെത്തി. പക്ഷേ അപ്പോഴേക്കും അതിനെ ആരോ ദത്തെടുത്തുകൊണ്ടുപോയി. കുഞ്ഞിനെ കാണാതായതിന്റെ പിന്നിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഷെറിൻ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാൻ മടിച്ചു. ഒടുവിൽ ടോണി തന്നെ വന്ന് അവളെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. തന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അതോ ആരെങ്കിലും അതിനെ അപായപ്പെടുത്തിയോ ഇതൊന്നും അറിയാതെ ഷെറിന്റെ ഊണുറക്കം നഷ്ടപ്പെട്ടു. ക്രമേണ അവളുടെ മനസ്സിന്റെ സമനില തെറ്റി. അലീന ഇത് പറയുമ്പോൾ ഷെറിന്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും അലീന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷെറിന്റെ ഭർത്താവ് അവളെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഷെറിന്റെ വീട്ടുകാരോട് സത്യം പറയുവാൻ അയാൾ ആവശ്യപ്പെട്ടു. ഒടുവിൽ വീട്ടുകാർക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. തന്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നറിഞ്ഞ് ടോണി ആകെ തകർന്നുപോയി. പിന്നീട് ഒരിക്കലും അയാൾ ഷെറിനെ കാണാൻ വന്നില്ല. ആദ്യം സ്നേഹിച്ചവരെ നഷ്ടപ്പെട്ട്, പിന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, ഒടുവിൽ ഭർത്താവിനെയും നഷ്ടപ്പെട്ട് ആർക്കും വേണ്ടാത്തവളെ പോലെ ആ ഷെറിൻ ഇപ്പോൾ ഒരു തടവറയിൽ കഴിയുകയാണ്. അലീന മറ്റാരുടെയോ കഥയെന്ന പോലെ അത് പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ഷെറിൻ വയലന്റ് ആവാൻ തുടങ്ങി. ഇല്ല ഇല്ല, ഇതാര് പറഞ്ഞു നിന്നോട് ഈ കള്ളക്കഥയൊക്കെ? അവൾ പെട്ടെന്ന് അക്രമാസക്തയായി. അവൾ അലീനയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നീ ആരാ പറയടി? പെട്ടെന്ന് ഷെറിൻ അലീനയുടെ കഴുത്തിൽ കയറി പിടിച്ചു. അലീന പതിയെ അവളുടെ കൈയെടുത്ത് മാറ്റി ഷെറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാരില്ല റാണിയാൻറ്റി, സാരില്ല. ഞാൻ പറഞ്ഞത് വേറൊരു ഷെറിന്റെ കഥയാ കേട്ടോ. ഒരു പാവം പെണ്ണിന്റെ കഥ, എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മയുടെ കഥ. ഒടുവിൽ ഷെറിൻ ഒരു കുഞ്ഞിനെ പോലെ അലീനയുടെ തോളിലേക്ക് ചാരി. വിഷമിക്കണ്ടാട്ടോ, ആരുമില്ലാന്ന് വിചാരിക്കും വേണ്ട. ഞാനുണ്ട് റാണിയാൻറ്റിക്ക് കൂട്ടിന്. എല്ലാം ശരിയാവും, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. അലീന അത് പറയുമ്പോൾ ഷെറിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അടുത്ത പ്രഭാതമായി. സ്റ്റാൻലി രാവിലെ തന്നെ കുളത്തൂർപ്പുഴയ്ക്ക് പോകാൻ ഒരുങ്ങി നിന്നു. അലീന വരാൻ വേണ്ടി സിറ്റൗട്ടിൽ കാത്തു നിൽക്കുകയാണ്. അലീനയും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലത്തെ തിമിർപ്പൊന്നും ഇന്ന് ആ വീട്ടിലില്ല. കുട്ടികൾ അങ്ങിങ്ങായി ഉദാസീനരായി നിൽക്കുന്നു. ആഘോഷങ്ങളെല്ലാം കെട്ടടങ്ങിയ ഒരു പൂരപ്പറമ്പ് പോലെയായി ആ വീട്. എല്ലാവരും തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അലീന യാത്ര പറഞ്ഞപ്പോൾ ജോസുട്ടിക്ക് കരച്ചിൽ വന്നു. ഇത് കണ്ടുകൊണ്ട് അലീന പറയുകയാണ്, ഞാൻ പോയാലും ഇനിയും വരില്ലേ? നമ്മൾ ഇനിയും കാണും, ഇതുപോലെ ഒത്തുചേരും. പിന്നെന്താ പ്രശ്നം? അലീന അപ്പോൾ റോണിയോടും ശോഭിയോടും പറയുകയാണ്, നിങ്ങൾക്കും കുളത്തൂർപ്പുഴയ്ക്ക് വരാലോ, അധികം ദൂരമൊന്നുമില്ലല്ലോ. അപ്പൊ ശോഭി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പേടിയാ അലീന ചേച്ചിയുടെ പപ്പയെ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അയ്യോടാ, പപ്പ തോക്കെടുത്ത് വെടിവെക്കാതെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് വരാം. അപ്പോൾ സാന്ദ്ര പരിഭവത്തോടെ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് ചേച്ചി വന്നില്ലല്ലോ. അലീന ചേച്ചി കുളത്തൂർപ്പുഴ എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാം മറക്കും. ഇത് കേട്ട് അലീന പറയുകയാണ്, ഞാൻ മറക്കാനോ? കൊള്ളാം. ഈ ലോകത്ത് എനിക്ക് ആരോരുമില്ലല്ലോ എന്ന് ഓർത്ത് കുട്ടിക്കാലത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം എനിക്ക് എത്ര പേരെയാ
അനിയന്മാരും അനിയത്തിമാരായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇല്ലാതിരുന്നിട്ട് കിട്ടുമ്പോഴേ അതിൻ്റെ വില അറിയാൻ പറ്റൂ. ഞാൻ ആരെയും മറക്കില്ല കേട്ടോ, ഒരിക്കലും മറക്കില്ല. പിന്നീട് വത്സമയോടും ഷിജിയോടും അലീന യാത്ര പറഞ്ഞു. അതിനുശേഷം ആൽബർട്ടിനോടും ഔസേപ്പച്ചനോടും അവരും മടങ്ങി പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഔസേപ്പച്ചൻ അലീനയോട് ചോദിക്കുകയാണ്, നീ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? അറിയില്ലങ്ങളെ. ആ, വരുമ്പോൾ പത്തനാപുരത്ത് വരണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നോളാം. അല്ലെങ്കിൽ ലാലിച്ചായും വിടത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു കടം ബാക്കി കിടപ്പുണ്ട്. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, കടവോ? എന്താ അങ്ങളെ? അതോ, ഞാൻ പറഞ്ഞില്ലേ നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ആ കടം തീർക്കാമെന്ന് വിചാരിച്ചു. തുടർന്ന് ഔസേപ്പച്ചൻ ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ മോളെ? അപ്പം അലീന പറയുന്നുണ്ട്, ഇല്ല അങ്ങളെ. അത് പറയുമ്പോൾ അലീനയുടെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ചോദിച്ചതാ. ആൻസി ഈ സമയത്ത് അടുക്കളയിലായിരുന്നു. അലീന അവിടെയും ചെന്ന് യാത്ര പറഞ്ഞു. അയ്യോ, നീ ചായ കുടിച്ചിട്ട് പോ. ആൻസി അവളെ പിടിച്ചു നിർത്തി ചായ ആറ്റിക്കൊടുത്തു. അലീന ചായ കുടിക്കുമ്പോൾ ആൻസി പറയുകയാണ്, ദിയാമോൾക്കും ജോൺ പോളിനും നീ പോകുന്നത് ഭയങ്കര സങ്കടാ. നീ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആൻറ്റി എന്തേ ഈ പറയുന്നേ? എൻ്റെയും കൂടി തറവാടല്ലേ ഇത്? തുടർന്ന് അലീന ഔതക്കുടിച്ചാനും ചെന്ന് കാറിൽ കയറി. സ്റ്റാൻലി മുറ്റത്തോട്ട് കാർ തിരിച്ചു. അതിനിടയിൽ അയാൾ സിറ്റൗട്ടിലേക്ക് നോക്കി. എല്ലാവരും ഉണ്ട് സിറ്റൗട്ടിൽ. ഔസേപ്പച്ചനും ഭാര്യയും മക്കളും, റോബോട്ടും ആൻസിയും, ആൽബർട്ടും ഭാര്യയും പിള്ളേരും, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ വാതിലിന്റെ അവിടെ ഷെറിനും വന്ന് നിൽക്കുന്നുണ്ട്. അത് കണ്ട് സ്റ്റാൻലിക്ക് ആശ്ചര്യം തോന്നി. അയാൾ എത്രയോ തവണ തറവാട്ടിൽ വന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. യാത്ര അയക്കുവാൻ ഒരാളും ഇറങ്ങി വരാറില്ല. ഔതുകുട്ടിച്ചായം മാത്രം വന്ന് ഒന്ന് തല കാണിച്ചെങ്കിലായി. എന്നാൽ ഇപ്പൊ എല്ലാവരും അലീനെ യാത്രയാക്കാൻ വന്ന് നിൽക്കുകയാണ്. അവർ അവൾക്ക് നേരെ കൈവീശുന്നു. അവൾ തിരിച്ചും കൈവീശുന്നുണ്ട്. സ്റ്റാൻലി കാർ മുമ്പോട്ടെടുത്തു. അല്പം ദൂരം മുമ്പോട്ട് പോയിട്ട് സ്റ്റാൻലി ഒരു പരാതി പറയുകയാണ്. ഞാൻ ഇന്നലെ എത്തിയിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ, എന്നോട് സംസാരിച്ചതുമില്ല. അപ്പോ അതിശയത്തോടെ പപ്പയുടെ മുഖത്തോട് നോക്കിക്കൊണ്ട് അലീന പറയുകയാണ്, പപ്പ പരാതി പറയാണോ? ഞാൻ എപ്പോഴും പപ്പയുടെ കൂടെ തന്നെയല്ലേ, പിന്നെന്താ? അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ, ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടത്തില്ല, നീ ചെന്നാ ചെന്നോടത്താ. അത് കേട്ട് അലീനയ്ക്ക് ചിരി വന്നു. 8:30 മണിയോടുകൂടി അവർ കുളത്തൂർപുഴയിലെത്തി. 4 ദിവസം യജമാനനെ കാണാതെ വിഷാദം പൂണ്ടിരുന്ന നായ്ക്കൾ സ്റ്റാൻലിയുടെ അലീനയുടെ നേർക്ക് കുതിച്ചു ചാടിയും വാലാട്ടിയും അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചു. മൂവരും വീട്ടിലേക്ക് കയറിയ ശേഷം അലീന ആദ്യം അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി സ്റ്റാൻലിക്ക് കൊടുത്തു. അത് കഴിച്ച ശേഷം സ്റ്റാൻലി ജീപ്പിൽ കയറി തോട്ടത്തിലേക്ക് പോയി. അലീനയാണെങ്കിൽ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. 12 മണിക്ക് തൊട്ടു മുമ്പ് അപ്രതീക്ഷിതമായി ഒരു അതിഥി വന്നെത്തി. കാറിന്റെ ശബ്ദം കേട്ട് അലീന വന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും ബാലചന്ദ്രമേനോൻ ഇറങ്ങി വരുന്നു. അതുകണ്ട് അലീനയ്ക്ക് അത്ഭുതവും ഒപ്പം സന്തോഷവും തോന്നി. നായ്ക്കളെ ചെറുതായി പേടിയുള്ളതുകൊണ്ട് ബാലചന്ദ്രമേനോൻ കാറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഡോർ ഹാൻഡിൽ നിന്ന് പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിനുള്ളിൽ നിന്നും അലീന ഓടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. അവൾ ഓടി വന്ന് ബാലചന്ദ്രമേനോന്റെ മുന്നിൽ വന്ന് നിന്നു. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അച്ഛ, അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവളുടെ ആ വെളിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രമേനോന് തോന്നി. ഓർക്കപ്പുറത്ത് തന്നെ കണ്ടതിലുള്ള സന്തോഷവും തന്നോടുള്ള സ്നേഹവും തന്നെ ഇവിടെ എത്തിച്ചതിലുള്ള നന്ദിയും എല്ലാം അതിലുണ്ട്. മഴത്തൂര് മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. അലീനയുടെ വിവാഹത്തെ ചൊല്ലി സ്റ്റാൻലിയും ബാലചന്ദ്രനും ചെറുതായിട്ടൊന്ന് തെറ്റുന്നുണ്ട്. തുടർന്ന് കടപ്പാട്ടൂരെത്തിയ ബാലചന്ദ്രന് രോഹിത്തിനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ഇനി വരാൻ പോകുന്ന കഥാസന്ദർഭങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്